ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരാനുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ്. ഇന്നലെ നമ്മൾ അവിടെ നാടകീയ ദൃശ്യങ്ങളൊക്കെ കണ്ടു. ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ ഇന്നാകും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമുണ്ടാവുക. 2 ദിവസത്തിനകം കല്ലറ പൊളിക്കുമെന്നും മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിന് കൈമാറുമെന്നുള്ള നിലപാടിലാണ് പോലീസ്. എന്നാൽ കല്ലറ പൊളിക്കുന്നതിൽ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ എതിർപ്പ് തുടരുകയാണ്. ഇതിനിടെ അവർക്ക് പിന്തുണയുമായി പ്രതിഷേധിച്ച് ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. അവരുമായി പോലീസ് ഇന്ന് ചർച്ച നടത്തിയേക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഒരു മരണം, ആ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു. അതിന് വിശ്വാസത്തിന്റെ ഒരു മേൽമൂടി വരുന്നു. അപ്പോഴത്തേക്കും അതിലേക്ക് കുറെ സംഘടനകൾ വരുന്നു. അങ്ങനെ ഒരുപക്ഷെ ഒരു ക്രമസമാധാന പ്രശ്നത്തിന്റെ തൊട്ട് വക്കിൽ നിന്നാണ് ഇന്നലെ പോലീസ് ഇന്നലത്തെ നടപടികളിൽ നിന്ന് പിന്മാറിയത്. ഇന്നാവുമ്പോഴത്തേക്കും ആ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അവരുടെ കയ്യിൽ പ്ലാൻ ഉണ്ട്, പക്ഷെ അതെങ്ങനെ നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്? സാഹചര്യം അങ്ങനെ തന്നെ തുടരുകയാണ് ശ്രീജ. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു നടപടിയിലേക്ക് കടന്നാൽ അത് സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നൊരു ബോധ്യത്തിൽ പോലീസ് അങ്ങനെയൊരു നടപടിയിലേക്ക് ഇന്നലെ കടക്കാതെ ഇരുന്നത്. അതിനുശേഷമാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ ഈ പ്രതിഷേധം ഉന്നയിച്ച ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികളുമായും അതോടൊപ്പം ഗോപൻ സ്വാമിയുടെ മക്കളുമായൊക്കെ പോലീസ് വിശദമായ ചർച്ച നടത്തിയത്. അതിനുശേഷമാണ് നോട്ടീസ് നൽകുകയില്ല, ഇതിലെ നിയമവശങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് അവർക്ക് കൈമാറും എന്നായിരുന്നു സബ് കളക്ടർ നേരത്തെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അത്തരത്തിൽ ഉത്തരവിൻ്റെ പകർപ്പ് അവരെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ മരണം ഔദ്യോഗികമായി സർട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അങ്ങനെ സമാധി ഇരുത്തി, ഇതാണ് പോലീസ് മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് പരാതി ലഭിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ നിയമപരമായ വഴികളിലൂടെ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഈ സമാധി സ്ഥലം പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണം, അതല്ല സ്വാഭാവികമാണെന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഈ ഒരു നിലപാടിലേക്കാണ് പോലീസ് എത്തുന്നത്. പക്ഷേ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. അതിനവർ പറയുന്ന ആക്ഷേപം സമാധി ഇരുത്തിയ സ്ഥലം പൊളിക്കുന്നതിലൂടെ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വിഘ്നം സംഭവിക്കുകയാണ്, അതിന് സമ്മതിക്കുകയില്ല എന്നൊരു നിലപാടിലാണ് ഈ കുടുംബവും മറ്റ് സംഘടനകളുടെ പ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത അവിടെ ഉടലെടുക്കുകയും ചെയ്തത്. എന്തായാലും ഈ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിലുണ്ടാകുന്ന ഇടപെടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയാണെങ്കിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. അതല്ല എങ്കിൽ ഈ കോടതിയെ സമീപിക്കാനുള്ള കുടുംബത്തിന്റെ നീക്കം നടക്കുന്നതിന് മുമ്പ് തന്നെ, അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ ഒരു പോലീസിന്റെ ആക്ഷൻ അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരൊരു പ്ലാൻ തയ്യാറാക്കിയാണ് ഇന്നലെ അവിടെ എത്തിയത്. അതിനെ അളവെടുത്തതിന് ശേഷം എത്ര സമയം കൊണ്ട് അത് പൊളിച്ചു മാറ്റാനാണ്, ഇതൊക്കെ കൃത്യമായി തന്നെ ഒരു പ്ലാൻ ചെയ്ത് തന്നെയാണ് RD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ആ നടപടികളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വിശദമായി ഈ പശ്ചാത്തലമെല്ലാം പഠിച്ചതിന് ശേഷമായിരിക്കും ഈ തുടർ നീക്കങ്ങളിലേക്ക് എങ്ങനെ കടക്കണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു തീരുമാനത്തിൽ എത്തുക. അതേസമയം കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ എന്തായാലും സംഭവ ബഹുലമായി തന്നെ കാര്യങ്ങൾ തുടരുകയാണ്. വയനാട്